ഹായ് സുഹൃത്തുക്കളെ, തമിഴകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ ക്ലാസ്സസ് ഒക്കെ ഇപ്പം ഓണം എക്സാം ആകാറായി. ക്ലാസ്സസ് എല്ലാം നേരെ ചൊവ്വേ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പഠനവും നേരെ നടക്കുന്നുണ്ട്. നമ്മൾ പേരൻസും കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്ക് ഇത് ബാധകമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ കുഞ്ഞിലെ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുമ്പോൾ നമ്മൾ അവരെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ നമ്മൾ നടത്തി. നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. ഒരു ബുദ്ധിമുട്ടും അവരെ നമ്മൾ അറിയിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് നമ്മൾ എങ്ങനെയെങ്കിലും ഏത് വിധേനയും നടത്തി സാധിച്ച് എടുത്ത് കൊടുത്ത് സാമ്പത്തികമായിട്ട് ശരി, അവർക്ക് എല്ലാ രീതിയിലും നമ്മൾ കുട്ടികൾ ഒരു ബുദ്ധിമുട്ടും അറിയാതാണ് കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. ഇങ്ങനെ വളരുന്നൊരു കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതിന് ഒരു പ്രയാസങ്ങളോ അനുഭവിക്കാതെ വളരുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ഒരു മാനസിക പ്രയാസങ്ങളോ ഒരു വിഷമങ്ങളോ ഉണ്ടാകുമ്പം ഈ കുട്ടിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ വരും, തരണം ചെയ്യാൻ പറ്റാതെ വരും. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്ന, ഇപ്പൊ നമ്മൾ അടുത്തിടെ കേൾക്കുന്ന വാർത്തകളുണ്ടല്ലോ, കുട്ടികൾ ആത്മഹത്യ ചെയ്തു, പെൺകുട്ടി കല്യാണം കഴിച്ച് പോയിട്ട് അവിടെ പീഡനം സഹിക്കാൻ പറ്റിയ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ പേരൻസ് തന്നെയാണ്. നമ്മൾ പേരൻസ് തന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, ഈ കുട്ടിയെ വളർത്തിയെടുക്കുന്ന കാലം മുതലേ, അല്ലെങ്കിൽ കുട്ടികളെ ആ ഒരു ഗ്രോത്തിങ് സ്റ്റേജ് മുതൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹത്തോടെയല്ലേ വളർത്തുന്നത്. നമുക്കിപ്പോൾ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ അതിനോടൊപ്പം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പം ആ കുട്ടിയെ നമ്മൾ കഴിവതും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആ കുട്ടി വളർന്നതിനൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു കാര്യം, സ്കൂളിലെ പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നല്ല കുട്ടിയാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും കാര്യമില്ല. ഏതൊരു പ്രതിസന്ധി ആ കുട്ടിയുടെ ജീവിതത്തിൽ, ഇത് ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ നമ്മുടെ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പേരൻസ് ആദ്യം ശ്രമിക്കണം. അതാണ് നമ്മൾ ആദ്യം അവരിൽ വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ചെറുതിലേ പറ്റുള്ളൂ. വലിയ ക്ലാസ്സൊക്കെ ചെന്നിട്ട് കൗൺസിലിങ്ങും കൊടുത്ത് മറ്റേ സാറുമാരെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചിട്ട് ഡോക്ടേഴ്സിനെ കൊണ്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ചെറുതിലേ തന്നെ നമ്മൾ ആ കുട്ടിയെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് എടുക്കണം. പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നെങ്കിൽ അത് മാത്രം പോരാ. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ മെന്റൽ സ്റ്റെബിലിറ്റി, മാനസികമായിട്ട് ആ കുട്ടിക്ക് എങ്ങനെ ഒരു കപ്പാസിറ്റി അറ്റൈൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ ആ കുട്ടിയെ കൊച്ചിലെ മുതലേ പ്രാപ്തരാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാ പേരൻസും ഒന്ന് ചെയ്യണം. ആദ്യമായിട്ട് ആ ഒരു കുട്ടിക്ക് വേണ്ടത്, ഏതൊരു പ്രതിസന്ധി വന്നാലും, ഏതൊരു ബുദ്ധിമുട്ട് അതിനെ അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടം വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പവർ ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. എന്തിനും നേരിടാൻ പഠിക്കണം. പേടിക്കണ്ടോ, അതിനെ അങ്ങനെ ചെയ്യണം. അതൊന്നും നിസ്സാര കാര്യമാണ്. നമുക്കത് ആ ഒരു പ്രശ്നം അന്നേരത്തേക്കുള്ളൂ, പിന്നെ അടുത്തൊരു ആ പ്രശ്നവും കടന്നു പോകും എന്ന് നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കണം. അതിന് ആദ്യമായിട്ട് അവന് വേണ്ടത് മെന്റൽ സ്റ്റെബിലിറ്റി ആണെങ്കിൽ പോലും കുട്ടി സ്വയം പര്യാപ്തരാകണം. വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഈ കുട്ടിക്ക് പ്രശ്നങ്ങളെ, വിവാഹപ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് നമ്മൾ വിടുകയാണ്, വിവാഹപ്രായ ഒരു കുട്ടിയെ. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ കുട്ടിക്ക് അത് നോയാണെങ്കിൽ നോ എന്ന് പറയാനും, കുഴപ്പമില്ല എങ്കിൽ എസ് എന്ന് പറയാനും ഉള്ളൊരു തൻ്റെ ഇടം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിട്ട് കാര്യമില്ല. ഈ കുട്ടി സാമ്പത്തികമായിട്ട് ഒരു സ്ഥിരതയുള്ളൊരു കുട്ടിയാകണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ജോലി ഉണ്ടായിരിക്കണം. അവൾക്കൊരു ജോലി നേടണമെങ്കിൽ അവൾ ചെറുതിലെ അവളുടെ പേരൻസ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവേണം മേപ്പോട്ട് കൊണ്ടുവരാൻ. അപ്പൊ എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിലും അതങ്ങനെയല്ല ഇങ്ങനെ മതി എന്ന് കുട്ടിക്കൊരു ഡിസിഷൻ കൊടുക്കണമെങ്കിലും അവള് സ്വയം പര്യാപ്തയായിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ കുട്ടിയെ ഒരു സ്വയം പര്യാപ്തത ഉള്ള ഒരു കുട്ടിയാക്കി വളർത്തിയെടുക്കാൻ നമ്മൾ പേരൻസ് ശ്രമിക്കണം. അങ്ങനെ വരുമ്പം അവളുടെ മേൽ ആരൊക്കെയാണോ ഒരു അറ്റാക്ക് ഉണ്ടായാലും ശരി, അവൾക്ക് ഒരു പീഡനം
ഭർത്താവിന്റെ ഭാഗത്തു നിന്നായാലും ശരി, അവരുടെ മറ്റുള്ള വീട്ടുകാരുടെ കയ്യിൽ ഭാഗത്തു നിന്നായാലും ശരി, എന്തൊരു മാനസിക പ്രയാസം വന്നാലും അതിനെ ചെറുക്കാനും അതിനെ ഓവർകം ചെയ്യാനും അതിനെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാനും അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് ചെറുതിലേ തന്നെ അതിനെ അങ്ങനെ പ്രാപ്തിയാക്കി എടുക്കണം. ഇതെല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി വറീഡാകണ്ട. അവരെ തന്നെ സൂക്ഷിക്കാനും അവരെ തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കഴിവ് ആ കുട്ടിക്ക്, ഒരു ഓവർവ്യൂ കുട്ടികൾക്കുണ്ടായിരിക്കും. അപ്പം എല്ലാ പേരൻസും നമ്മുടെ കുട്ടികളെ വളർത്തി വരുമ്പോൾ, ഇതിപ്പം ഗേൾസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ബോയ്സിനും ഇങ്ങനെ തന്നെ വേണം. പിള്ളേർക്ക് സ്വയം ഒരു കഴിവും പ്രാപ്തിയും ഉണ്ടാകണം. എവിടെ ഒരു പ്രശ്നം നടന്നാലും അല്ലെങ്കിൽ ഏതൊരു കോൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലും അതിനെ ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ മാനസികമായ പ്രയാസം വരുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനും അവനായാലും ശരി അവളായാലും ശരി ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കാൻ നമ്മൾ പേരൻസ് നിർബന്ധിതരാണ്. നമ്മൾ പേരൻസിന്റെ കയ്യിലാണ് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ പഠനത്തിനോടൊപ്പം തന്നെ, പഠിക്കാൻ വിടുന്നതോടൊപ്പം തന്നെ അവരെ കഴിവും കാര്യശേഷിയും കാര്യപ്രാപ്തിയുമുള്ള ഒരു പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരെ നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കുക. ഇനി അവരെ അങ്ങനെ ഭാവിയിൽ ഒന്നിനെ കണ്ട് പേടിക്കാനോ അല്ലെങ്കിൽ ഒന്നിലും അവർ പേടിച്ചു ഭയന്ന് പുറകോട്ട് മാറാനോ ഇടം വരുത്താതെ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാൻ ഒരു കഴിവും കപ്പാസിറ്റിയും പെണ്ണിനായാലും ശരി ആണിനായാലും ശരി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും ഇത് കേട്ടിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.